ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. നാളെ സ്വാതന്ത്ര്യദിനമാണല്ലേ. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വളരെ വ്യത്യസ്തമായൊരു ഫോട്ടോ എഡിറ്റിംഗ് ട്രിക്കാണ് പരിചയപ്പെടുത്തുന്നത്. ആർക്കും തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം ഫോട്ടോ എഡിറ്റിംഗ്. ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവർക്കും ഫോട്ടോ എഡിറ്റ് ചെയ്ത് ശീലമില്ലാത്തവർക്കൊക്കെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം ഫോട്ടോ എഡിറ്റിംഗ്. അപ്പോൾ നമുക്ക് നേരെ ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി തന്നെ വിളിച്ചത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്തവർ, ഈ വീഡിയോ ഉപകാരപ്പെട്ട നല്ല കൂട്ടുകാർ ഷെയർ ചെയ്തെത്തിക്കുക. നേരെ വീഡിയോയിലോട്ട് ആപ്പ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ആപ്പ് ഇതാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്പിൻ്റെ നെയിമിനോട് കാണാൻ സാധിക്കും, സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്കും ആപ്പ് ഓപ്പൺ ആവുക. ഇവിടെ ആപ്പ് ഓപ്പൺ ആയതിന് ശേഷം നിങ്ങൾക്ക് ഇടത് സൈഡിലായിട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രെയിം ഐക്കൺ കാണാൻ സാധിക്കും. അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫോട്ടോ ക്യാമറ എന്നുണ്ട്, അതുപോലെ തന്നെ ഗാലറി എന്നുണ്ട്. ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ തന്നെ ലൈവ് ഫോട്ടോ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഗാലറി ക്ലിക്ക് ക്യാമറ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാലറി ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഫോട്ടോ എടുത്ത് വെച്ച ഫോട്ടോസ് എടുക്കാനാണെങ്കിൽ ഗാലറി ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഗാലറി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഗാലറിയിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, ആ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക ഗാലറിയിൽ നിന്ന്. ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര ഭാഗം ആ ഫോട്ടോസിൻ്റെ ഏത് ഭാഗം ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഞാൻ ക്രോപ്പ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഭാഗം ക്രോപ്പ് ചെയ്തതിന് ശേഷം വലത് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വലത് കാണുന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരുപാട് ഫ്രെയിമുകളുള്ളൊരു പേജിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഇവിടെ ഒരുപാട് ഫ്രെയിമുകളുണ്ട്. നിങ്ങൾ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരുപാട് ഫ്രെയിം എഡിറ്റ് ചെയ്യാവുന്ന ഒരുപാട് ഫ്രെയിമുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിമുകൾ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കുറേ ഫ്രെയിമുകളാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. അതിനനുസരിച്ച് നിങ്ങൾ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഫ്രെയിമിനനുസരിച്ച് കേട്ടോ. നല്ല ഫ്രെയിമുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രെയിമാണോ ആ ഫ്രെയിം നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫ്രെയിമാണോ വേണ്ടത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ കുറേ ഓപ്ഷൻസ് സൈഡിൽ ഇവിടെ കുറേ ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കണ്ട് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്കിവിടെ കളറൊക്കെ ഫോട്ടോസിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളറൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അത് ചേഞ്ചൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് മുകളിലായിട്ട് ശരിയാക്കാൻ കാണാൻ സാധിക്കും. അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഫ്രെയിമുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷിലുള്ള ഫ്രെയിമുകൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ചിലപ്പം ആഡ്സ് വരും, ആഡ്സ് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഫ്രെയിമിൻ്റെ അകത്ത് ഈ ഫോട്ടോസിൻ്റെ ഫ്രെയിമിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ലെറ്റേഴ്സുകൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നൊന്നുമില്ല. അവിടെ അതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫ്രെയിം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുന്നൊന്നുമില്ല. ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ വലത് സൈഡിൽ താഴെയായിട്ട് ഡൗൺലോഡ് ബട്ടൺ കാണാൻ സാധിക്കും. അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ കാർഡിലോട്ട് ഈ ഫോട്ടോ ഡൗൺലോഡ് ആയി കിട്ടിയിട്ട് ആഡ് വരും. ചിലപ്പോൾ ആഡ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്, പരസ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക. ഫോൺ ഗാലറിയിലോട്ട് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗാലറിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 ഫോട്ടോ അവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആർക്കും തന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം മെത്തേഡാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ചെയ്താൽ വീഡിയോ ഉപകാരപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.